ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളാണല്ലോ. അപ്പം ഇന്ന് അജിമോൻ ഇന്ന് ട്യൂഷന് പോയില്ല. ട്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പോയില്ല ഇന്ന് കുഞ്ഞ്. അപ്പം അവനിന്ന് വെട്ടുമൊക്കെ ചെയ്തതുകൊണ്ട് ഷീറ്റ് അടിച്ചുകൊണ്ട് വന്നു. 2 ഷീറ്റ് വെട്ട് തുടങ്ങിയതേ ഉള്ളൂ. മൊത്തത്തിൽ 3 എണ്ണമായി. അജിമോനെ എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങോട്ട് നോക്കുവോ? വാ, ഹലോ, ഒന്ന് വരൂ കൂട്ടാ. പെരയിലോട്ട് അങ്ങോട്ട് കയറിപ്പോയി. പിന്നെന്താ പറയാനാ, ഇന്നാണെങ്കിൽ അജു ആണെങ്കിൽ മേളിൽ നിന്നൊരു ചക്ക പറിച്ച് കൊണ്ടുവന്നിട്ടു. 2 ചക്ക പറിച്ച് കൊണ്ടുവന്നു. അത് വേണ്ട, ഒരു ചക്ക വേണ്ടേ, ഒന്ന് വേണ്ട കിടക്കുന്ന ചക്ക. അതൊക്കെ കെട്ടിയൊക്കെ എങ്ങനെയൊക്കെയോ എന്നിട്ട് കൊണ്ടുവന്ന്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഈ സൈക്കിളെ വെച്ച് ഉരുട്ടിക്കൊണ്ട് വന്നു. അതാകുമ്പം വലിയ പ്രയാസമില്ലാതെ കൊണ്ടുവരാം. ഇന്നലെ ആണെങ്കിൽ ഒരു ചക്ക പറിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ അത് ചെന്നീരോടുവെന്ന് പറയത്തില്ല, അകത്ത് മഞ്ഞ കളർ പോലെ വരുന്നത്. എന്നിട്ട് ഞാനതെടുത്ത് നോക്കിയപ്പം അതിൻ്റെ കുറച്ച് ചുളയുള്ളൂ അങ്ങനെ ഇരിക്കുന്നത്, ബാക്കിയെല്ലാം കൊള്ളാം, കുഴപ്പമില്ല. ഇത് കണ്ടോ, നമ്മുടെ ആട്ടുകല്ല്, ഇത് പണ്ടത്തെ ആട്ടുകല്ല് കേട്ടോ, പഴയ ആട്ടുകല്ല്. 2 കിലോ അരി സുഖമായിട്ട് ഇതിൽ അരച്ചെടുക്കാം. പഴയ ആട്ടുകല്ല. പണ്ട് നമ്മുടെ അച്ചാച്ചന് അമ്മച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് നമ്മുടെ അച്ചാച്ചന് ഒരു ചായക്കടയുണ്ടായിരുന്നു, കൊച്ചു ചായക്കടയുണ്ടായിരുന്നു. ദാണ്ട നോക്കിയേ, കുറച്ച് നാൾ വലിയ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവർക്ക് ആവശ്യത്തിനുള്ള, ഇവർ വീട്ടിലുള്ളവർക്കും എല്ലാം ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരു രീതിയിൽ അവർക്കൊരു വലിയ എരുമയുണ്ടായിരുന്നു. ആ എരുമയ്ക്ക് ഭയങ്കര പാലായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് പാലും ഒന്നും മേടിക്കേണ്ട, അതിൻ്റെ തന്നെ പാല് മതി ചായക്ക്. 11 മണിയോ 12 മണി വരെ എങ്ങാണ്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ എങ്ങാണ്ട് രാവിലെ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു. അജു യൂണിഫോം മാറി. അജു ഇനി വേറെ എന്തോ ഒരു പരിപാടിക്ക് പോവുക. എന്തിനാ പോകുന്നേക്കളെ? ഇനിയും കറയുണ്ടോ എന്ന് നോക്കാൻ പോകും. ഇനിയും കാണത്തില്ലായിരിക്കും മക്കളെ. വടിയുന്നുണ്ടോ? വടിയുന്നുണ്ടെന്നും പറഞ്ഞ് കുഞ്ഞ് ഇറങ്ങിപ്പോവുക. ആണെങ്കിൽ ഇന്ന് പെരുന്നാളായിട്ട് നമുക്ക് അജുമോനെ അമ്മ മേളിലോട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ അല്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും അജു എപ്പോഴും അമ്മ എന്ത് ചെയ്യുന്നു നോക്കാനായിട്ട് പോവും. എപ്പോഴും പോവും അവൻ എന്ത് ചെയ്യുന്നു നോക്കാൻ. ഞാനാണെങ്കിൽ വഴക്കം പറയും, എപ്പോഴും എവിടെ ഓടി പോവാടാന്ന് ചോദിക്കും. അമ്മയാണെങ്കിൽ കൊടുത്തു വിട്ടേക്കുന്ന കണ്ടോ, എനിക്കും അച്ചാച്ചനും കൂടെ ഞാൻ തിന്ന് കേട്ടോ. ബീഫ് കറിയുണ്ട്. ബീഫ് കറി ഞാൻ കഴിച്ച അച്ചാച്ചനുള്ളത് ഇവിടെ ഇരിപ്പുണ്ട്. ആണെങ്കിൽ സലാഡുണ്ട്, പപ്പടമുണ്ട്, തേങ്ങാച്ചോറാണ് കേട്ടോ. തേങ്ങാച്ചോറ അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടേക്കുന്നത്. ഇതിനൊരു പാത്രം നിറച്ചുണ്ടായിരുന്നു. ഞാൻ ആവശ്യത്തിന് കഴിച്ചു കേട്ടോ. ഞാനതിന് മുമ്പ് ഒരു ശകലം ചക്ക വേവിച്ചിട്ട് ഞാൻ അത് തിന്നായിരുന്നു. നമ്മൾ ഇവിടെ മുരിങ്ങയിലക്കറിയും ചക്കക്കുരു തോരനും ഇതൊക്കെയാണല്ലോ ഉണ്ടാക്കിയത്. ഇന്നലെ ചക്ക ഇത് നല്ലതായിരിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നിട്ട് അതിൻ്റെ ചുളയെല്ലാം പറിച്ചെടുത്ത് ഇവിടെ വെച്ചായിരുന്നു രാത്രിയിൽ. ഇന്നലെ വൈകിട്ട് എന്നിട്ട് ചക്ക വേവിച്ച് വെച്ചേക്കുന്നുണ്ട്. ഒരു മുക്കാൽ കുക്കറുണ്ട്. തുറന്നപ്പം തന്നെ എന്തൊരു മണമെന്നറിയോ. അജു വന്നേ ഒന്ന് തുറന്നു മണപ്പിച്ച് നോക്കിയിട്ട് ഒരു നല്ല മണമാ മച്ചി എന്ന് പറഞ്ഞു. പക്ഷേ അവിടുന്ന് കഴിച്ചത് കൊണ്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിവിടെ വന്നിട്ട് 12ാമത്തെ വർഷം. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കുറച്ച് ഇറച്ചി കിട്ടി. ഈ വീഡിയോ ഇന്ന് ഞാൻ ചിലപ്പോൾ ഇടത്തില്ല, നാളെ ഇടത്തുള്ളൂ. പള്ളിയിൽ നിന്ന് 1 കിലോയും എത്രങ്ങാണ്ടും ഉണ്ടെന്ന് അജുമോൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ഗൾഫിലൊക്കെ ഉള്ളപ്പം നമുക്ക് അവിടെ കൊണ്ടുവന്ന് എല്ലാവരും തരാറുണ്ട്. ഇതിനകത്ത് കണ്ട് ഇത്ര ഇറച്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇറച്ചി ഇത്രയും കിട്ടി. ഞാനത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ കറിയും കൂട്ടാനെല്ലാം വെച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. ഇന്ന് വൈകിട്ട് വേണമെങ്കിൽ എടുത്ത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പം ഇവിടെ മീൻകറി പോലും ഇവിടെ മുരിങ്ങയിലക്കറിയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് അത് അതൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസമൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് തിന്നുമ്പോൾ അച്ചാച്ചന് നമ്മളിവിടെ ഉള്ളപ്പോൾ അതൊന്നും ഇഷ്ടമല്ല. അച്ചാച്ചനല്ലെങ്കിലും അങ്ങനെ അജുവിന് പിറ്റേ ദിവസം ആ കറിയൊക്കെ കൂട്ടുന്നത് ഇഷ്ടമല്ല. ഞാൻ പറയാറില്ല, അവനന്ന് ചൂടോട് ഒരു ചമ്മന്തിയാണെങ്കിലും മതി. അത് ഒരു മുട്ട പൊരിച്ചതാണെങ്കിലും അവനത് ചൂടോട് അന്നേരം തന്നെ ഉണ്ടാക്കി തിന്നുന്ന ഇഷ്ടം. നമ്മളോട് അതുണ്ടാക്കിത്താ ഇതുണ്ടാക്കിത്താന്നൊന്നും പറയത്തില്ല. അപ്പോൾ ഇത് തുറക്കണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തുറന്ന് കാണിച്ചില്ലെന്നേ ഉള്ളൂ. കണ്ടോ കാണാതിരിക്കില്ലേ, അങ്ങനെ ഇതിനകത്ത്
ഇരിക്കുന്നത്. അവിടുന്ന് കൊണ്ടുവന്ന് പള്ളിയിൽ നിന്ന് കൊണ്ടുതന്ന് നമ്മൾ ഗൾഫിലൊക്കെ ഉള്ളപ്പം കൊണ്ടുവന്ന് തരാറുണ്ട്. നമുക്ക് നമ്മുടെ ഡോറിൻ്റെ അവിടെ വന്ന് മുട്ടിയിട്ട് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഓണർ ഞങ്ങൾക്ക് തരാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പിന്നെ വേറെ ഓരോ ആൾക്കാരും ഹരിയേട്ടന് ടൈലർ ആയതുകൊണ്ടേ പിന്നെ അറിയാവുന്നവരും അല്ലാതെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത വേറെ വീട്ടുകാരും എല്ലാം ഇങ്ങനെ കൊണ്ട് തരാറുണ്ടായിരുന്നു നേരത്തെയൊക്കെ. പിന്നെ ആണെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് ഒന്നും പിന്നെ ഇപ്പോൾ അങ്ങനെ പണ്ട് തരുന്ന പോലൊന്നും ആൾക്കാർ കൂടുതലായിട്ട് തരത്തില്ല. ഒമാനികളും എല്ലാം പഠിച്ചു പോയി. അത് ഒരു ദിവസം കൂടെ വെച്ച് അവർക്ക് തിന്നാമെന്ന് അവർ വിചാരിക്കും. പക്ഷേ ഇത് സക്കാത്താണല്ലോ, ഇവർ അവരുടെ ഒരു നേർച്ചയായിട്ട് അവർ കൊടുക്കുന്നതാണല്ലോ. അങ്ങനെ അങ്ങനെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര ഒരു എന്ത് പറയുന്ന ഒരു സന്തോഷം. ഇതുവരെയായിട്ടും ഇങ്ങനെ കിട്ടിയിട്ടില്ല. അജുമോനാണെങ്കിൽ ഇതുപോലെ പറഞ്ഞായിരുന്നു, ഇച്ചിരി അജു നാളെ പെരുന്നാളാണ്, ഇറച്ചി മേടിച്ചില്ലയോ എന്ന് ഹുസൈൻ മാമൻ ചോദിച്ചെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം അജു പറഞ്ഞു പൈസ ഇല്ല മാമ എന്ന് പറഞ്ഞു. അന്നേരം എനിക്കത് കേട്ടപ്പോൾ ഒരു വിഷമമായിരുന്നു. 200 രൂപ ഉണ്ടെങ്കിൽ 1/2 കിലോ മേടിക്കാം. പിന്നെ കയ്യിൽ പൈസയൊന്നും ഇരിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും അനങ്ങിയില്ല. കോഴികളൊക്കെ മുട്ട കുറച്ചേ ഇപ്പോൾ ഇടുന്നുള്ളൂ, കാലാവസ്ഥ മാറ്റം കൊണ്ടൊക്കെ. പിന്നെ ഈ കുറച്ചിട്ടാലും കൂടുതലിട്ടാലും ഇവർക്ക് നമ്മൾ ആണെങ്കിൽ നമ്മൾ തീറ്റി കൊടുത്തേ പറ്റത്തുള്ളൂ. അവർ പട്ടിണി ഇടാനൊക്കത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമം. എന്താ പറയാനാ, സങ്കടമായിരുന്നു എനിക്കൊരു ഭയങ്കര. പക്ഷേ ആ സങ്കടമെല്ലാം മാറി. ഇത് അവിടുന്ന് പള്ളിയിൽ നിന്ന് ഇതുപോലെ അജ്മോ മേളിലോട്ട് ഹസൻകുട്ടിയണ്ണൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പോഴാണ് അവരിതുപോലെ അവിടെ ഒരു മോൻ പറഞ്ഞ് അജ്മോനെ വാടാ പള്ളിയിലോട്ട് വാന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് അവന് ഇത് കൊടുത്ത്. അതിൻ്റെ ഒരു സന്തോഷം, എനിക്ക് ആ സന്തോഷവും സങ്കടവും എല്ലാം പങ്കുവെക്കാൻ നിങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. ഈ വീഡിയോ ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടത് കൊണ്ട് ഇത് ഞാൻ നാളെ ഇടാം. ഇന്നിടാനായിട്ട് ഫോണിനകത്ത് നെറ്റ് കാണത്തില്ല, ഇത് അന്നേരം വരത്തില്ല. അത് ഇതായി പോവും, ഒന്നും ചെയ്യാനൊക്കാത്ത ഒരിതായി പോവും. അതുകൊണ്ട് ഞാൻ നാളെ ഇടാമെന്ന് വിചാരിക്കും. നമ്മുടെ കാപ്പിച്ചെടികളൊക്കെ കണ്ടോ, എൻ്റെ അജിക്കുട്ടൻ നാണ്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിവനെ എപ്പോഴും വഴക്ക് പറയും. ഇവനെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഇവൻ്റെ മുന്നേ ഞാൻ ഇവനെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നലെയും കൂടെ അജു എന്നോട് പറഞ്ഞു അമ്മച്ചി എന്നെ കൊണ്ടുവിടാനായിട്ട് മേപ്പോട്ട് കയറി വരത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ കൊണ്ടുവിടാനായിട്ട് കയറി വരുമല്ലയോ, പൊടിക്കുഞ്ഞൊന്നും അല്ലല്ലോ കൊണ്ടുവിടാൻ. ഞങ്ങളെയൊന്നും ആരും പള്ളിക്കൂടത്തിൽ കൊണ്ടുവിട്ടിട്ടില്ല. ഇപ്പോഴെല്ലാവരും സ്കൂളെന്നൊക്കെ പറയുന്നത്, പണ്ട് പള്ളിക്കൂടമെന്ന് തന്നെ പറയുന്നത്. ഞാനിപ്പോഴും പള്ളിക്കൂടമെന്ന് തന്നെ പറയുന്നത്. പള്ളിക്കൂടത്തിൽ കൊണ്ടുവിടാനൊന്നും എന്നെ ചേച്ചിയൊക്കെ സ്കൂളിൽ ആദ്യത്തെ ദിവസം നമ്മളെ കൊണ്ടുവന്ന് ചേർക്കത്തില്ലയോ, ചേർക്കുന്നതിൻ്റെ അന്ന് കൊണ്ടുവിടും. പിന്നെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാനൊക്കെ പറഞ്ഞുകൊണ്ട് വരണമെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വരണമെന്ന് പറയുമ്പോഴൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് വരുന്നത്. ഒരു പ്രാവശ്യം എങ്ങാനും പിന്നെ വരും. സ്കൂളിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരാൻ പറയുമ്പോഴൊക്കെയാണ് വരുന്നത്. വീട്ടിലുള്ളവർക്കെല്ലാം പണി ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അജുമോൻ താഴോട്ട് പോകുമ്പോൾ ഞാൻ ഇതിലേക്കൂടി ഇങ്ങനെ അങ്ങോട്ട് അജുവിൻ്റെ അടുത്തത് ഒരു സൈസ് ചീരയാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ആടിനെ കെട്ടും. ഇത് നമ്മുടെ പറമ്പല്ല, നമ്മുടെ ഇപ്പുറത്തുള്ള പറമ്പാണ്. ഈ താഴത്തേതൊക്കെ നമ്മുടെ പറമ്പ്, റബ്ബറുള്ളത് കേട്ടോ. ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ആടിനെയൊന്നും കെട്ടുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ പ്ലാവുകളിലൊക്കെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ പ്ലാവയിലൊക്കെ കൊണ്ട് ആകാശത്തൊക്കെ ചക്ക നിൽക്കുന്നു. പക്ഷേ കാണാവോ, ഇവിടെ വന്ന് നിന്ന് ഇവിടെ ഒരു ഉണങ്ങിയ തേങ്ങ എങ്ങാണ്ട് കിടപ്പുണ്ട്. അത് തലയിൽ വീഴുമെന്നുള്ള പേടിയാണ്. അതുകൊണ്ടൊക്കെ കിടക്കുന്ന ചക്ക പ്ലാവും. ഇതാണെങ്കിൽ ഇത് നമ്മുടേതാണ്. ഇത് നമ്മുടെ മുള്ളാത്തയെന്ന് പറയത്തില്ലേ, മുള്ളാത്ത മുറ്റത്ത് നിൽപ്പുണ്ട്. ഇതിലൊക്കെ മുള്ളാത്തയ്ക്ക ഉണ്ടാകുമ്പം ഇതിലുണ്ടായിട്ട് ഇത് തന്നെത്താനെ പഴുത്ത് പൊഴിഞ്ഞ് വീണ് വല്ല കിളി തിന്നോ ഒക്കെ പോവുകയാണ് ചെയ്യുന്നത്. അജുവിനൊന്നും അങ്ങനെ താല്പര്യമില്ല അതൊന്നും തിന്നാൻ. അച്ചാച്ചനാണെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കാമെങ്കിൽ അച്ചാച്ചൻ തിന്നും. നേരത്തെ അച്ചാച്ചൻ എല്ലാ ഞുള്ളിയും പറിച്ചും കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരുമോ. ഇപ്പോൾ അച്ചാച്ചൻ ഇങ്ങോട്ടെങ്കിലും വരാൻ വയ്യ. അവിടെയൊക്കെ നമ്മുടെ പ്ലാവുകൾ അവിടെ എല്ലാം നിൽക്കും. ഇപ്പോൾ ഈ കാണുന്ന റബ്ബർ അതിൻ്റെ അപ്പുറത്ത് പ്ലാവ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നില്ല, താഴെ തുണ്ടിലോട്ട് പോകുന്നില്ല. അതിലെല്ലാം നിറച്ച് ചക്കയാണ് കേട്ടോ. ചക്കയാണെങ്കിൽ അങ്ങ് പഴുത്ത് അളിഞ്ഞ് അങ്ങ് പൊഴിഞ്ഞ് അങ്ങ് വീഴുക, എല്ലായിടത്തും അങ്ങ് വീഴുക ചക്കയും ചക്കക്കുരുവൊക്കെ. അതുകൊണ്ട് പിന്നെ മേളിൽ സൂര്യപ്രകാശത്തിൻ്റെ ഇതുകൊണ്ട് കാണത്തില്ലായിരിക്കും. എല്ലാം
പ്ലാവും നിറച്ച് ചക്കയും ആയിട്ട് കിടക്കും. നിങ്ങൾക്കൊന്നും കാണത്തില്ലായിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇഷ്ടംപോലെ ചക്ക നമുക്ക് തിന്നാൻ വയ്യാത്ത പോലെ. ഇവിടെ ഉള്ളവർക്കൊന്നും വലിയ താല്പര്യമില്ല. വല്ല ടൗണിലുള്ളവർക്കും അല്ലെങ്കിൽ പിന്നെ എന്തു പറയുന്നത്, ഗൾഫിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ വേറെ ഓരോ നാടുകളിലൊക്കെ ഈ കേരളം അല്ലാത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ഈ ചക്ക തിന്നാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും. മൊത്തം കാണാതിരിക്കുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ചുവട്ടിലോട്ട് നോക്കിക്കോണം. കണ്ടോ, ചക്കക്കുരു എല്ലാം കൂടെ തറയെ വീണിട്ട് ഉള്ള പന്നിയെല്ലാം കൂടെ വന്ന് കുത്തിയും പറിച്ചും എല്ലാം ഇട്ട് കണ്ട പ്ലാവിലെല്ലാം താഴേക്ക് അങ്ങ് ഇറങ്ങല് പോലൊക്കെ കിടന്നത് എല്ലാം അജുമോൻ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കൊണ്ടുവന്ന് തരും. എപ്പോട്ട് ഇഷ്ടംപോലെ കിടപ്പുണ്ട് മേളി വരെ. ആര് പറിക്കാൻ, പറിച്ചൊക്കെ ഇട്ട് കൊണ്ടുവരുവാന്ന്. നേരത്തെ ഞാൻ അങ്ങനെയൊന്നും എടുത്ത് ഉണ്ടാക്കുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അച്ചാച്ചനായിരുന്നു എല്ലാം എടുത്ത് വെട്ടിപ്പറിച്ച് എല്ലാം തരുന്നത്. അന്നേരം ഞാൻ വേവിക്കുമായിരുന്നു. അച്ചാച്ചന് അരിഞ്ഞ് വരെ തരുമായിരുന്നു. ഇപ്പോൾ അച്ചാച്ചന് കൊണ്ടാവുന്ന ആവത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ, അജുവിന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ തന്നെ അതൊക്കെ അങ്ങ് ഉണ്ടാക്കും. എല്ലാ പണിയും കൂടെ നമുക്ക് പാടായിരിക്കും. കാരണം ഈ കോഴി, ആടും പിന്നാണെങ്കിൽ ഈ പാചകവും പിന്നെ തൂപ്പും വാരും തേപ്പും മഴക്കും തുണി അലക്കും എല്ലാം കൂടെ ഒരു പണിയാണ്. ഞാൻ പറയാറില്ലയോ, ന്യൂ ജനറേഷൻ ആൾക്കാരെ വിട്ട് ഇപ്പോഴത്തെ പിന്നെ തലമുറകൾ ചെയ്യുന്ന പോലെ വാഷിംഗ് മെഷീന് അലക്കുവും അങ്ങനെയൊന്നുമല്ല. എനിക്ക് അല്ലാതെ തന്നെ ഞാൻ എത്ര വയ്യെങ്കിലും കല്ലിൽ അലക്കുക. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഒമാനിലുള്ളപ്പോൾ അവിടെ വാഷിംഗ് മെഷീനുണ്ട്. നമ്മുടെ റൂമിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. 1 എണ്ണം കൊടുത്ത് 1 എണ്ണം അവിടെ ഇരിപ്പുണ്ട്. ഉപയോഗിക്കാതൊക്കെ ഇട്ടിരുന്നിട്ട് തീരെ കുറഞ്ഞ വിലയ്ക്ക് എങ്ങാണ്ട് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് 1 എണ്ണം അവിടെ ഉണ്ട്. അന്നേരം ഞാൻ പിന്നെ അല്ലാതെ കുത്തിപ്പിഴിഞ്ഞെടുക്കുക. 2 തുണി കാണും, അതങ്ങ് കുത്തിപ്പിഴിഞ്ഞ് അങ്ങോട്ടിടത്തേ ഉള്ളായിരുന്നു. ഇവിടെ ഞാനാണെങ്കിൽ അലക്കല്ലിലിട്ട് അലക്കി തന്നെ എടുക്കുന്നു. അന്നേരം എനിക്കൊരു സംതൃപ്തി. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതുപോലെ അടപ്പേ തന്നെ നമ്മുടെ വിറകടുപ്പിനകത്ത് പിന്നെ എല്ലാം ഉണ്ടാക്കാൻ എനിക്കിഷ്ടം. സുഖമില്ലാത്തത് കൊണ്ട് ഈ കുക്കറിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതല്ലേ. നമ്മളിവിടെ കുക്കറിനകത്തൊന്നും സാമ്പാറോ അല്ലാത്ത കറികളോ ഒന്നും, ചക്കയൊന്നും കുക്കറിനകത്ത് വേവിക്കത്തില്ല. നമ്മളെല്ലാം പിന്നെ ആണെങ്കിൽ കലത്തിനകത്ത് വാരി വെച്ച് അതിനാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പൊക്കെ അരകല്ലിൽ അരച്ചിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ മിക്സിക്കകത്ത് ഞാൻ അരയ്ക്കുമെല്ലാം ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ കൂടുതലും പിന്നെ അതുപോലെ പിന്നെ ഗ്യാസ് തീരുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ട്. ചോറ് മാത്രമേ ഇപ്പം നമ്മൾ ഗ്യാസേ വെക്കുന്നുള്ളൂ. പിന്നെ തോരനൊക്കെ വെക്കും. ചിലപ്പം തീക്കനൽ ഇഷ്ടം പോലെ കിടക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമ്മളല്ലാതൊക്കെ അങ്ങ് ചെയ്യും. അതെനിക്ക് വയ്യാത്തത് കൊണ്ട് കേട്ടോ. എനിക്ക് ആവുമെങ്കിൽ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. 5 മാസമൊക്കെ നമുക്ക് ഗ്യാസ് നിൽക്കുമായിരുന്നു നേരത്തെ. ഇപ്പം 5 മാസം മാറി ഇപ്പോൾ 1 മാസമേ നിൽക്കത്തുള്ളൂ. അങ്ങനത്തെ ഇപ്പോഴത്തെ കാര്യം. സുഖമില്ലാത്തത് കൊണ്ട് വിറകിനൊന്നും ഒരു പഞ്ഞവും ഇല്ല കേട്ടോ. ഇവിടെ നമ്മുടെ ഇതിപ്പോൾ ഓലമടലും അതും ഇതുമെല്ലാം കിടക്കുവാന്നേ. അതുകൊണ്ട് നമ്മുടെ കാപ്പിയിലൊക്കെ കാപ്പിക്കുരുവൊക്കെ നിൽക്കുന്നത് കാണാമോ. കഴിഞ്ഞ പ്രാവശ്യം ആരും പറിക്കുകയൊന്നും ചെയ്യാതെ അജുമോനാവുന്നതൊക്കെ കുഞ്ഞ് പറിച്ചുകൊണ്ട് പോകുന്ന എല്ലാം അച്ചാച്ചൻ പറിക്കുന്നതാണേ. കണ്ട് ഇപ്പം എല്ലാം ഉണ്ടായി വരുന്നു. ഒത്തിരിയെല്ലാം മഴ ഇതുപോലെ ഭയങ്കര ചൂടും അതിൻ്റെ ഇടയ്ക്കൊരു മഴയും പെയ്തിട്ട് മൊത്തം അങ്ങ് പിന്നെ വന്ന പൂക്കളെല്ലാം അങ്ങ് കരിഞ്ഞു പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം കൂടുതൽ കാണുമെന്ന് അറിയത്തില്ല. ഒരു 10-25 കിലോയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന എല്ലാം ഇതായിപ്പോയി. എല്ലാം അങ്ങ് പിന്നെ നിന്ന് ഉണങ്ങി പറിക്കാതൊക്കെ ഇപ്പോഴും അതിലൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ എങ്ങനെ ആ ഒരു സമയത്ത് തന്നെ പറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അതൊന്നും കൊള്ളത്തില്ല. നമ്മൾ വിചാരിക്കും നല്ലതായിരിക്കുമെന്ന്. അതുപോലെ അത് ഉണക്കിയിട്ട് പൊടിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. ആ കറക്റ്റ് സമയത്തല്ലെങ്കിൽ അത് ഇതായിട്ട് പോകും. ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. വലിയ നീണ്ട വീഡിയോ ആയിപ്പോയി, സോറി. താങ്ക് യു. എനിക്ക് എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാണ്. താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ കാണുമോ, സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ കമൻറ്റ് തീർച്ചയായിട്ടും അയക്കുകയും ചെയ്യണം. താങ്ക് യു.